إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ ദുനിയാവും അതിലുള്ള ആഡംബരങ്ങളും സൗകര്യങ്ങളുമെല്ലാം ഒരു നാൾ നമ്മിൽ നിന്ന് നീങ്ങിപ്പോവുകയും പരലോകം മാത്രം ബാക്കിയാവുകയും ചെയ്യുന്ന ഒരു ദിനം നമ്മിലേക്ക് വന്നെത്താനുണ്ട്. വൽആഖിറതു ഖൈറുൻ വഅബ്ഖ, ആഖിറത്താണ് എന്നെന്നും നിലനിൽക്കുന്നതും അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊല, തീർച്ചയായും പരലോകമാണ് ഇഹലോകത്തെക്കാൾ ഉത്തമമായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ആ പരലോകത്ത് വിജയം കൈവരിക്കുവാൻ, ആ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കരസ്ഥമാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കുന്നതും നാം അധ്വാനിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ്. സ്വർഗത്തിലേക്കുള്ള വഴികൾ, സ്വർഗത്തിലേക്കുള്ള മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. ആ സ്വർഗം നേടിയെടുക്കാനുള്ള വഴികൾ അല്ലാഹു നമ്മുടെ മുൻപിൽ വിശാലമാക്കി തന്നിരിക്കുകയാണ്. ഒരു ചെറിയ അമലുകൾക്ക് പോലും, സൽക്കർമ്മങ്ങൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നതും വലിയ വലിയ പ്രതിഫലങ്ങളും നന്മകളുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലു അമലി ഇബ്നി ആദമ യുദാഅഫ്, മനുഷ്യനായ മുഅ്മിനായ ഒരു വ്യക്തി അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം ഇരട്ടികളായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നത്. അൽ ഹസനതു അശ്റു അംസാലിഹ ഇലാ 700 ضعف, ഒരു നന്മക്ക് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ, അതല്ലെങ്കിൽ അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ അധികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. നാം ചെയ്യുന്ന ഒരു സൽക്കർമ്മത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രേഖപ്പെടുത്തുന്ന പ്രതിഫലങ്ങൾ അതെത്രയാണെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾക്ക് ഇരട്ടികളായി പ്രതിഫലങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള കാലങ്ങളും സമയങ്ങളും ദിവസങ്ങളും മാസങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള ഒരു മാസമാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ, ആ ദിനങ്ങൾ നമ്മൾ ഒരിക്കലും അശ്രദ്ധരാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറുവാൻ, നന്മയിൽ ദൃഢപ്പെടുവാനുള്ള സമയമായി, കാലമായി അതിനെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് നാം പ്രത്യേകം തിരിച്ചറിയേണ്ടതുണ്ട്. ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകതകൾ, അതിന്റെ ശ്രേഷ്ഠതകൾ വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും ധാരാളമായി നമുക്ക് കാണാം. ഒന്നാമത്തെ ശ്രേഷ്ഠതയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ അടുക്കൽ പവിത്രമാക്കപ്പെട്ട മാസമാണ് ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് മാസങ്ങളുടെ എണ്ണം അത് 12 എണ്ണമാകുന്നു. മിൻഹ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളിൽ 4 എണ്ണം പവിത്രമാക്കപ്പെട്ട മാസമാണ്. ആ 4 മാസങ്ങൾ ഏതൊക്കെയാണ്? തുടർച്ചയായി വരുന്ന 3 മാസങ്ങൾ ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും, അതുപോലെ തന്നെ റജബ് മാസവും. ഈ 4 മാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിച്ച മാസങ്ങളാണ്. അല്ലാഹു പവിത്രത കൽപ്പിച്ച മാസങ്ങൾക്കും ദിവസങ്ങൾക്കും സ്ഥലങ്ങൾക്കും വ്യക്തികൾക്കുമൊക്കെ നമ്മൾ പവിത്രത നൽകേണ്ടതുണ്ട്. അതിനെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ദുൽഹിജ്ജ മാസത്തെ ആ ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി നമ്മൾ അതിനെ വരവേൽക്കുകയും അതിൽ ഇബാദത്തുകളുമായി
മുന്നേറാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ദുൽഹിജ്ജയുടെ ഒന്നാമത്തെ ശ്രേഷ്ഠതയായി നമ്മൾ മനസ്സിലാക്കേണ്ടതും. രണ്ടാമതായി ദുൽഹിജ്ജയിലെ ഈ 10 ദിനങ്ങൾ, ആ ദിനങ്ങളെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. വലയാലിൻ അശർ, 10 രാവുകൾ തന്നെയാകുന്നു സത്യം. അതിന്റെ ഒരു വിശദീകരണമായി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം, ദുൽഹിജ്ജയിലെ ദിനങ്ങളാണ്, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ദുൽഹിജ്ജ മാസത്തിന്റെ മൂന്നാമത്തെ ശ്രേഷ്ഠതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിനങ്ങൾ അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ആ 10 ദിനത്തിലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഉൾക്കൊള്ളുന്നത്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അഫ്ളലുൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറയുന്നത് അത് യൗമുൻ നഹറാണ്. അഥവാ ദുൽഹിജ്ജ 10ന്റെ അന്ന് ബലിയറുക്കുന്ന ദിവസം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മറ്റൊരു ശ്രേഷ്ഠതയായി നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ദീൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് നൽകിയതും ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിലെ ദുൽഹിജ്ജ 9-നാണ്, അറഫ ദിനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് അവതരിക്കുന്നതും അത് ദുൽഹിജ്ജ 9-നാണ് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്ത് പൂർത്തീകരിച്ചു തന്ന ഈ ദീൻ നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ മാസം, അനുഗ്രഹിച്ചു നൽകിയ ദിവസം അതാണ് ദുൽഹിജ്ജ 9 എന്ന് പറയുന്നത്. ദുൽഹിജ്ജയുടെ മറ്റൊരു ശ്രേഷ്ഠതയായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിനങ്ങളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞതായി കാണാം. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ചില ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ സ്മരിച്ചുകൊള്ളുക, അവനിലുള്ള ദിക്റിൽ നിങ്ങൾ കഴിഞ്ഞുകൂടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഏതാണ് ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ? അത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ ഏഴാമത്തെ ശ്രേഷ്ഠതയായി പണ്ഡിതന്മാർ പറയുന്നു, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മുടെ ദീനിൽ പഠിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രബലമായ ഇബാദത്തുകൾ അതെല്ലാം സമ്മേളിക്കുന്ന, അതെല്ലാം ഒരുമിക്കുന്ന അതിമഹത്തരമായ ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതിൽ നമസ്കാരമുണ്ട്, അതിൽ നോമ്പുണ്ട്, അതുപോലെ തന്നെ തൗഹീദിന്റെ വിളംബരമായ ഹജ്ജും ആ ദിവസങ്ങളിൽ സമ്മേളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി ഏറ്റവും അധികം ബലിയറുക്കപ്പെടുന്ന ദിവസം അതും കടന്നു വരുന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിലാണ്. ഇത്തരത്തിൽ ദീനിൽ അറിയപ്പെട്ട ഏറ്റവും പ്രബലമായ ഇബാദത്തുകളെല്ലാം സമ്മേളിക്കുന്ന ദിനങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനങ്ങളെ അങ്ങേയറ്റം ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി അതിനെ വരവേൽക്കുകയും ആ ദിനങ്ങളിൽ ചെയ്യേണ്ട ഇബാദത്തുകളെ കുറിച്ച് ബോധ്യവാന്മാരാവുകയും ചെയ്യേണ്ടതുണ്ട്. മഹാനായ അബൂ ഉസ്മാൻ അൻ-നഹ്ദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, കാനൂ യുഅദ്ദമൂന 13 സലഫുകളായ ആളുകൾ അവർ 3 ദിനങ്ങളെ അവർ ആദരിക്കുമായിരുന്നു. അതിൽ ഒന്നാമത്തെ 10 റമളാനിന്റെ അവസാനത്തെ 10 അവർ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി കണ്ടിരുന്നു. അതിൽപ്പെട്ടൊരു കാര്യമാണ് വൽ അശ്റുൽ അവ്വലു മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടിയാണ് സലഫുകൾ കണ്ടിരുന്നത്. കാരണം ആ ദിനങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട ഇബാദത്തുകൾ, ആ ദിനങ്ങൾക്കുള്ള ശ്രേഷ്ഠതകൾ അവർ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിനെ ആദരവോടുകൂടി അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, സുഹൃതങ്ങൾ ചെയ്യുവാൻ, ഇബാദത്തുകൾ ചെയ്യുവാൻ ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളെക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റു ദിനങ്ങളില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആ സന്ദർഭത്തിൽ സഹാബത്ത് റസൂലിനോട് ചോദിക്കുകയാണ്, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ദണ്ഡയുദ്ധം പോലും, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദ് പോലും അതിനേക്കാൾ മികച്ചതാണോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദ് പോലും അതിനോളം വരികയില്ല. ഏത് ജിഹാദ് ഒഴികെ ഒരു വ്യക്തി അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ തന്റെ സമ്പത്തും ശരീരവുമായി പുറപ്പെടുകയും എന്നിട്ട് അത് മുഴുവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുകയും ചെയ്ത ആ ജിഹാദ് ഒഴികെ മറ്റെല്ലാ കർമ്മങ്ങളും അതിനേക്കാൾ പ്രിയങ്കരമായത് ഈ ദിവസങ്ങളിലുള്ള ഇബാദത്തുകളും സൽക്കർമ്മങ്ങളുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. വലിയ സന്തോഷ വാർത്തയാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സന്തോഷ വാർത്ത എന്താണ്? ഈ 10 ദിനങ്ങളിൽ നാം നിർവഹിക്കുന്ന ഇബാദത്തുകൾ അതിന് മറ്റ് ദിനങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ
ധാരാളമായി പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ ദിനങ്ങളിൽ നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ, നമ്മൾ ചെയ്യുന്ന സദഖകൾ, നാം അനുഷ്ഠിക്കുന്ന നോമ്പ്, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ ധാരാളം പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്ന കാര്യമാണ്. അതാണ് ഒന്നാമത്തെ സന്തോഷ വാർത്ത. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളാണ് ഈ ദിനങ്ങളിൽ നിർവഹിക്കുന്ന ഇബാദത്തുകളെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 10 ദിനങ്ങളിൽ ധാരാളം ഇബാദത്തുകൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അതിന്റെ 5ാമത്തെ കാര്യമായ ഹജ്ജ് നിർവഹിക്കാനുള്ള ദിവസങ്ങളും സമയങ്ങളുമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഇസ്ലാമികമായി ഒരു വ്യക്തിക്ക് അവന് ഹജ്ജ് നിർവഹിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആ ഹജ്ജ് നിർവഹിക്കുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ 10 ദിനങ്ങളിൽ ധാരാളമായി നിർവഹിക്കാനുള്ള മറ്റൊരു ഇബാദത്താണ് ധാരാളമായി തക്ബീറുകൾ, ധാരാളമായി തഹ്ലീലുകളും തഹ്മീദുകളും വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. ആ 10 ദിനങ്ങളിൽ നിങ്ങൾ ധാരാളമായി തഹ്ലീലുകൾ വർദ്ധിപ്പിക്കുക, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ നിങ്ങൾ അധികമായി വർദ്ധിപ്പിക്കുക, വത്തക്ബീരി ധാരാളമായി തക്ബീറുകൾ ചൊല്ലുക, വത്തഹ്മീദ് ധാരാളമായി അല്ലാഹുവിനെ ഹംദ് പറയുക, അൽഹംദുലില്ലാഹ് എന്നുള്ള ദിക്റുകൾ അത് ധാരാളമായി നിങ്ങൾ ഉരുവിട്ടുകൊള്ളുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ വസ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, ആ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി ദിക്ർ ചെയ്യുക. ഈ ആയത്തിൽ വന്നിട്ടുള്ള ദിക്ർ എന്നുള്ള പ്രയോഗം അത് നാം ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. നിരുപാധികമായ ദിക്റാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരാൾക്ക് എത്ര വേണമെങ്കിലും അല്ലാഹുവിനെ തക്ബീർ ചെയ്യാം, അല്ലാഹുവിനെ തഹ്മീദ് ചെയ്യാം. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ദിവസമോ കാലമോ സമയമോ എണ്ണമോ വണ്ണമോ നിശ്ചയിക്കാതെ ഈ 10 ദിനങ്ങളിൽ ധാരാളമായി തക്ബീറുകളും തഹ്മീദുകളും ഒരാൾ അധികമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന പാഠമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത്. സഹാബത്ത് അവർ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചത് മുതൽ ധാരാളമായി തക്ബീർ ചൊല്ലുമായിരുന്നു എന്നും അവരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിക്കുന്നതായി കാണാം, അന്നബിന ഉമറ വ അബാ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ കാന യഖ്റുജാനി ഇല സൂഖി ഫയുകബ്ബിറാനി വയുകബ്ബിറു الناس ബിതക്ബീരിഹിമാ. മഹാനായ ഇബ്നു ഉമർ അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ അവരിരുവരും ദുൽഹിജ്ജ മാസമായി കഴിഞ്ഞാൽ അവർ അങ്ങാടികളിലേക്ക് പുറപ്പെടുകയും അങ്ങനെ അങ്ങാടികളിൽ വെച്ച് അവർ തക്ബീറുകൾ മുഴക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അവരുടെ തക്ബീറുകൾ കേട്ടത് കാരണമായി ജനങ്ങളും ആ തക്ബീറുകൾ അത് ചൊല്ലാറുണ്ട് എന്ന് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. തങ്ങൾക്ക് പ്രത്യേകമായി വാങ്ങുവാനോ വിൽക്കുവാനോ ഒന്നുമില്ലാനിട്ട് കൂടി അവർ അങ്ങാടികളിലേക്ക് പുറപ്പെടുമായിരുന്നു. എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾക്ക് തക്ബീറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി, ആ ജനങ്ങൾ തക്ബീർ ചൊല്ലുന്നതിന് വേണ്ടി അവർ അപ്രകാരം ചെയ്യാറുണ്ട് എന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വെച്ച് കാണാൻ കഴിയുന്നതാണ്. മഹാനായ താബിഈ മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം, അദ്റക്തു الناس وانهم ليكبرون في العشر. ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അഥവാ സ്വഹാബത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ദുൽഹിജ്ജ ആദ്യത്തെ 10 അവർ തക്ബീർ ചൊല്ലുന്നവരാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഹത്താ കുൻതു ഉശബ്ബിഹു ബിൽ അംവാജി മിൻ കസ്റതിഹാ. അവരുടെ തക്ബീറിന്റെ ആധിക്യം കാരണത്താൽ ഞാൻ അതിനെ ഉപമിച്ചിരുന്നത് കടലുകളുടെ തിരമാലകളോടായിരുന്നു, അഥവാ തക്ബീറിന്റെ നിലക്കാത്ത പ്രവാഹമായിരുന്നു സ്വഹാബത്തിന്റെ വായയിലൂടെ അവരുടെ ചുണ്ടുകളിലൂടെ അവർ ഉരുവിട്ടുകൊണ്ടിരുന്നത് എന്ന് മഹാനായ താബിഈ മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ധാരാളമായി തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളും വർദ്ധിപ്പിക്കേണ്ട സമയമാണ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത് എന്ന ബോധ്യം നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. തക്ബീറിന്റെ പല രൂപങ്ങളും സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതായി കാണാം. എന്നാൽ അതിലേറ്റവും മികച്ചത് മഹാനായ ഇബ്നു മസ്ഊദ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന രൂപമാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതാണ് തക്ബീറിന്റെ ഏറ്റവും മികച്ച രൂപമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. കാരണം തക്ബീറിന്റെ ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രോത്സാഹിപ്പിച്ച 3 കാര്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ തക്ബീറുണ്ട്, അതിൽ അല്ലാഹു അക്ബർ എന്നുണ്ട്, അതിൽ തഹ്മീദുണ്ട്, വലില്ലാഹിൽ ഹംദ് എന്നുണ്ട്, അതിൽ തഹ്ലീലുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുണ്ട്. ഈ 3 കാര്യങ്ങളും സമ്മേളിക്കുന്ന തക്ബീറാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള തക്ബീർ. ആ തക്ബീറുകൾ നിർവഹിക്കുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സന്തോഷ വാർത്ത അറിയിച്ചതായി കാണാം. മാ അഹല്ല മുഹില്ലുൻ ഖത്തു ഇല്ലാ ബുശ്റ വലാ കബ്ബറ മുകബ്ബിറുൻ ഖത്തു ഇല്ലാ ബുശ്റ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹജ്ജിന്റെയും ഉംറയുടെയും തൽബിയത്തുകൾ ഉറക്കെ ചെല്ലുന്നവർ, അതുപോലെ തന്നെ തക്ബീറുകൾ നിർവഹിക്കുന്ന ആളുകൾ, അവർക്ക് സ്വർഗ്ഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത നൽകപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മരണനേരത്തും ഖബറിലും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സന്ദർഭത്തിലെല്ലാം ഇത്തരത്തിൽ
തക്ബീറുകൾ ധാരാളമായി വർദ്ധിപ്പിച്ച ആളുകൾക്കും അവർക്ക് മലക്കുകൾ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ദുൽഹിജ്ജ 10 നമുക്ക് നിർവഹിക്കാനുള്ള മറ്റൊരു ഇബാദത്താണ് ധാരാളമായി നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതും. ദുൽഹിജ്ജ ആദ്യം മുതൽ ദുൽഹിജ്ജ 9 വരെ പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കൽ അത് സുന്നത്താണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രത്യേകമായി നാം ഓർമ്മിക്കേണ്ടതും ദുൽഹിജ്ജ 9 നോമ്പാണ്. അറഫയിൽ ഹാജിമാർ സമ്മേളിക്കുന്ന ദിവസത്തിൽ ആ ദിവസത്തിലുള്ള നോമ്പും നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, സിയാമു യൗമി അറഫത ഇന്നി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദഹു. യൗമ അറഫയിലെ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി കൊടുക്കുകയുണ്ടായി, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ ചെറുപാപങ്ങൾക്കുള്ള പരിഹാരമാണ് അറഫാ ദിനത്തിലെ നോമ്പെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള സുന്നത്തായ നോമ്പുകൾ അത് നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരിമാർ, അവരെ എല്ലാവരും ഇത്തരത്തിലുള്ള നോമ്പുകൾ അവരെ പ്രേരിപ്പിക്കുകയും അതിലേക്ക് അവരെ താല്പര്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ദുൽഹിജ്ജ 10 നമുക്ക് നിർവഹിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ബലികർമ്മം എന്ന് പറയുന്നത്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും നിന്റെ റബ്ബിന് വേണ്ടി നീ ബലിയർപ്പിക്കുകയും ചെയ്യുക. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും എന്റെ ജീവിതവും എന്റെ മരണവുമെല്ലാം ലോകരുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്. ലാ ശരീക ലഹു, ആ റബ്ബിന് പങ്കാളികളില്ല എന്ന തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ബലികർമ്മത്തിലൂടെ ഒരാൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ബലികർമ്മത്തിന് കഴിവുള്ള ആളുകൾ അവരെല്ലാവരും ബലികർമ്മത്തിനു വേണ്ടി തയ്യാറാകേണ്ടതുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനുമായി എത്രയോ സമ്പത്ത് നമ്മൾ ചെലവഴിക്കാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ബലികർമ്മത്തിൽ പങ്കാളികളാകണം. ഒരു ഷെയറാണെങ്കിൽ ആ ഷെയറെങ്കിലും നമ്മൾ ഇപ്പോൾ തന്നെ അതിനുവേണ്ട മുൻകരുതലുകൾ, തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്, നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബികബിശൈനി അംലഹൈനി, 2 വെളുത്ത ആടുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ബലിയർത്തിയിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. റസൂലുള്ളാഹി മറ്റൊരിക്കൽ പറഞ്ഞു, മൻ വജദ സഅതൻ ഫലം യുദഹി ഫലാ യഖറബന്ന മുസല്ലാന, സാമ്പത്തികമായി ശേഷിയുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും ബലിയർക്കാത്ത ആളുകൾ അവർ നമ്മുടെ മുസല്ലയിലേക്കും ഈദ്ഗാഹിലേക്കും അവർ അടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് രൂപേണ അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് കഴിവുള്ള ആളുകൾ അവരെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഈ ബലികർമ്മം എന്ന് പറയുന്ന മഹത്തരമായ ഇബാദത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബലിയറുക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ തഖ്വയും നമ്മുടെ ഇഖ്ലാസുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. ലയനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, നിങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തിന്റെ മാംസമോ രക്തമോ അതല്ല അല്ലാഹുവിലേക്ക് എത്തുന്നത്, മറിച്ച് വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, ആ കർമ്മം നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലുള്ള തഖ്വയാണ് അല്ലാഹുവിന്റെ പക്കൽ സ്ഥാനം പിടിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ബലികർമ്മം എന്നത് അതൊരു നാട്ടാചാരമായി അങ്ങനെയല്ല നമ്മൾ അനുഷ്ഠിക്കേണ്ടത്, അതൊരു ഇബാദത്താണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെ ഈ കർമ്മത്തിലേക്ക് മുന്നിട്ട് വരികയും അത്തരത്തിൽ ധാരാളമായി ഇബാദത്തുകളിൽ മുഴുകുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ നിർവഹിക്കാനുള്ള ഇബാദത്തുകളെ കുറിച്ചാണ് നാം സൂചിപ്പിച്ചു വന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അറബ് നടത്തുക എന്നുള്ള കാര്യം. അറബ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവർ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ നഖമോ മുടിയോ ഒന്നും അവർ നീക്കം ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഫലാ യഖുദന്ന മിൻ ശഅരിഹി വലാ മിൻ അബ്ഫാരിഹി ശൈഅൻ ഹത്താ യുദഹിയ, ബലിയറുക്കുന്നത് വരെ അവന്റെ ശരീരത്തിൽ നിന്ന് മുടിയോ രോമമോ നഖമോ ഒന്നും എടുക്കരുത്, നീക്കം ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്നാൽ ഒരാൾ അപ്രകാരം ചെയ്താൽ അവന്റെ ബലികർമ്മം ശരിയാകുന്നതാണ്. പക്ഷേ അവൻ ആ തെറ്റ് ചെയ്തു എന്നതിന്റെ കുറ്റം അവന്റെ മേൽ രേഖപ്പെടുത്തപ്പെടുന്നതായിരിക്കും. ഇനി അയാൾ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ്, ദുൽഹിജ്ജ അതിലെ ആദ്യത്തെ 5 ദിനങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവൻ ബലിയറുക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ അവൻ എപ്പോഴാണോ തീരുമാനിക്കുന്നത് അതിനുശേഷം ഇത്തരത്തിൽ മുടിയോ നഖമോ ഒന്നും നീക്കം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകമായി ഓർമ്മിക്കേണ്ടതുണ്ട്.
ഉദ്ഹിയ്യത്തിന്റെ അതിന്റെ നിബന്ധനകളായി ഷർത്തുകളായി പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. ഒന്നാമത്തേത്, ഉദ്ഹിയ്യത്തിന് അറുക്കുന്ന മൃഗം അത് ആട്, മാട്, ഒട്ടകം പോലുള്ള ആ ഇനത്തിൽപ്പെട്ട മൃഗങ്ങളായിരിക്കണം. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമതായി പണ്ഡിതന്മാർ പറയുന്നു, ഓരോ മൃഗത്തിനും അതിൻ്റെതായ പ്രായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രായം എത്തിയിരിക്കണം. ചെമ്മരിയാടാണെങ്കിൽ 6 മാസവും, കോലാടാണെങ്കിൽ 1 വർഷവും, അതുപോലെ കാള, പോത്ത് അങ്ങനെയുള്ള ഇനങ്ങളാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയായിരിക്കുകയും വേണം. ഒട്ടകമാണെങ്കിൽ 5 വയസ്സാണ് അതിന്റെ പ്രായം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രായം അത് പൂർത്തിയായിരിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം, അറുക്കുന്ന ബലിമൃഗത്തിന് അതിന് മതപരമായി, ദീനിയായി അതിന് ന്യൂനതകളും പോരായ്മകളും ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആരോഗ്യമില്ലാത്ത, അസുഖമുള്ള, മുടന്തുള്ള അത്തരത്തിലുള്ള മൃഗങ്ങളെയല്ല നമ്മൾ ബലിയറുക്കേണ്ടത്. മറിച്ച് ആരോഗ്യമുള്ള, അതുപോലെ ന്യൂനതകളൊന്നും ഇല്ലാത്ത, രോഗങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഇനം മൃഗങ്ങളെയായിരിക്കണം നമ്മൾ ബലിയറുക്കാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഓർമ്മിക്കേണ്ടതാണ്. നാലാമത്തെ കാര്യമാണ്, ബലിയറുക്കേണ്ട സമയമുണ്ട്. ഈദ് നമസ്കാരത്തിന് ശേഷം ദുൽഹിജ്ജ 13 സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുൻപ് അതുവരെ നമുക്ക് ബലിയറുക്കാനുള്ള സമയമുണ്ട്. ഈ സമയത്തായിരിക്കണം ബലികർമ്മം നിർവഹിക്കപ്പെടേണ്ടത്. ഒരാൾ ഈദിന് മുൻപ്, ഈദ് നമസ്കാരത്തിന് മുൻപ് ബലിയറുത്താൽ അത് ബലികർമ്മമായി പരിഗണിക്കപ്പെടുകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അറവ് നടത്തുന്ന ആളുകൾ, അറവ് നടത്താൻ വരുന്ന ജോലിക്കാർ, അവർക്ക് കൂലിയായി നമ്മൾ ആ അറവ് മൃഗത്തിൽ നിന്ന് തന്നെ മാംസം അവർക്കൊരു കൂലിയായി നൽകാൻ പാടില്ല. അതല്ലെങ്കിൽ ആ മൃഗത്തിന്റെ തൊലി അതവർക്ക് ഒരു കൂലി എന്ന നിലയ്ക്ക് നൽകാൻ പാടില്ല. മറിച്ച് അവർക്ക് ഹദിയയായി അത് നൽകാവുന്നതാണ്. എന്നാൽ അവരുടെ കൂലി അത് അറവ് നടത്തുന്ന ആളുകൾ അവർ തന്നെ വഹിക്കണമെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ അഖൂമ അലാ ബുദ്നിഹി, റസൂലിന്റെ ബലിമൃഗത്തെ അതിന്റെ മേൽനോട്ടം വഹിക്കാൻ റസൂലുള്ളാഹി എന്നോട് കൽപ്പിക്കുകയാണ്. വഅൻ അതസദ്ദഖ ബിലഹ്മിഹാ വജുലൂദിഹാ വഅജില്ലതിഹാ, ആ ബലിമൃഗത്തിന്റെ മാംസവും അതിന്റെ തോലും അതിന്റെ പുറത്ത് വിരിച്ച വസ്ത്രവുമെല്ലാം അത് സദഖ നൽകുവാനും റസൂലുള്ളാഹി എന്നോട് കൽപ്പിച്ചു. വഅല്ലാ ഉഅതിയൽ ജസ്സാറ മിൻഹാ, അറവ് നടത്തുന്ന ആളുകൾക്ക് അവയിൽ നിന്ന് യാതൊന്നും തന്നെ പ്രതിഫലം നൽകാൻ പാടില്ല എന്ന കാര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതായി കാണാം, നഹ്നു നുഅതീഹി മിൻ ഇൻദിനാ, ബലിയറുക്കുന്ന ആളുകൾക്ക്, അറവുകാർക്കുള്ള പ്രതിഫലം അത് ഞങ്ങൾ തന്നെയായിരുന്നു വഹിച്ചിരുന്നത്, ഞങ്ങൾ തന്നെയായിരുന്നു അത് നൽകിയിരുന്നത് എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇബാദത്തുകൾ അതിൽ ധാരാളമായി മുഴുകുകയും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.